ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്യാമേ. ഇവിടെ ഞാൻ വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്യാൻ വച്ചിരിക്കുവാണേ. ഞാൻ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ കട്ട് ചെയ്യുവാണേ. ഇവിടെ നമ്മുടെ എണ്ണ ചൂടായി അതിനകത്ത് കടുക് ഇട്ടു. പൊട്ടിച്ച് കഴിഞ്ഞ് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി എണ്ണത്തോട്ടിട്ട് ഇനി ഇതൊന്ന് വഴറ്റുവാണേ. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് സോമ്പ്, പെരുംജീരകം ആഡ് ചെയ്യാമേ. അതിനകത്ത് ഞാൻ ഓരോ സ്പൂണ് പെരുംജീരകം ആഡ് ചെയ്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആഡ് ചെയ്ത് ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിനകത്തോട്ട് തന്നെ ഞാൻ 2 തക്കാളിപ്പഴം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതോട് ചേർത്തൊന്ന് വഴറ്റുവാണേ. അതിനകത്തോട്ട് തന്നെ ഞാൻ 2 ഏലക്ക ചതച്ചിട്ടു. പിന്നെ അതിനകത്ത് ഗരം മസാല ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഇലയോടെ ആഡ് ചെയ്യുവാണേ. ഇനി അതൊന്നുകൂടെ നമുക്കൊന്ന് വഴറ്റാം. അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇങ്ങോട്ട് ആഡ് ചെയ്യും. വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സബ്ജി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മസാല. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് അടച്ച് വെച്ചല്ല വേവിച്ചത്, അങ്ങനെ ഓപ്പൺ വേവിച്ചത്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാമേ. അതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില അങ്ങോട്ട് ഇടുവാണേ. ചിലർക്കൊക്കെ മല്ലിയില ഇടുന്ന ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. ഒട്ടും കുഴഞ്ഞിട്ടുമില്ല, അടിപൊളി. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.